സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ വസുന്ധര മെഡിക്കൽസ് തുടരുന്നു. പൗരുഷം ഉണ്ടെന്ന് ഭാവിക്കാൻ ഭീരുത്വം മൂടി വെക്കുന്നു അല്ലേ? വസുന്ധര ശങ്കർ ചിരിച്ചു. പൗരുഷം കാട്ടുന്നത് ഒരു സ്ത്രീയുടെ നഗ്നശരീരത്തോടായിരിക്കരുത്. ഞാൻ വെറുക്കും ഒരു സ്ത്രീ. വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഈ കാറിനുള്ളിലേക്ക് കടന്നിരിക്കൂ. ഐ വിൽ ഗീവ് യു എ ലിഫ്റ്റ്. ഒരു സ്ത്രീ വെല്ലുവിളിക്കുകയോ? ഏത് വസുന്ധര ശങ്കർ ആയാലെന്ത്? വാശിയായിരുന്നു. മുൻസീറ്റിലേക്ക് തന്നെ അവർ തുറന്നിരുന്ന ഡോറിനുള്ളിലൂടെ കടന്നിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. റോഡിൽ തികഞ്ഞ നിഗൂഢത. ഉള്ളിൽ നേരിയ വിറയലുണ്ടോ? നിങ്ങൾ ഡ്രൈവ് ചെയ്തോളൂ മിസ്റ്റർ പവിശങ്കർ, എനിക്കിന്ന് വയ്യ. പവിശങ്കർ മറുപടി പറഞ്ഞില്ല. സ്റ്റിയറിംഗ് പിടിച്ചു. കാർ നീങ്ങി. കാറിനുള്ളിലെ ലൈറ്റ് അടഞ്ഞു. തെല്ലിട കഴിഞ്ഞപ്പോൾ മെല്ലെ വസുന്ധര ശങ്കർ ചോദിച്ചു, ജോലി നഷ്ടപ്പെട്ടതിൽ സങ്കടമുണ്ടോ? ഇല്ല, അവൻ പൊടുന്നനെ പറഞ്ഞു. അതെന്താ? മറ്റെവിടെയെങ്കിലും ജോലി കണ്ടുവച്ചിട്ടുണ്ടോ? അവൻ മറുപടി പറഞ്ഞില്ല. ജോലിയില്ലാതെ കാര്യങ്ങളൊക്കെ. ഡോണ്ട് ബോദർ എബൌട്ട് മീ. അവൻ്റെ സ്വരത്തിൽ അനിഷ്ടം. യെസ്, പക്ഷെ രാധക്കുട്ടിയോ? വസുന്ധര ശങ്കർ എടുത്തു ചോദിച്ചു. മർമ്മത്തിൽ കുത്തേറ്റതുപോലെ അവൻ ഒന്ന് പുളഞ്ഞു. അവളുടെ കാര്യം നോക്കാൻ അവളുടെ ഈ ഇച്ഛാച്ചനല്ലാതെ മറ്റാരാണ്? ഒരലർച്ചയോടെ കാർ നടുറോഡിൽ തന്നെ ബ്രേക്കിട്ട് നിന്നു. ലൈറ്റ് തെളിഞ്ഞു. വൈ? വസുന്ധര ശങ്കർ ചോദിച്ചു. എന്താ നിർത്തിയത്? കിതപ്പോടെ പവിശങ്കർ അവർക്ക് നേരെ തിരിഞ്ഞു. അവൻ ഉദ്യോഗത്തോടെ ചോദിച്ചു. എൻ്റെ അനുജത്തിയുടെ പേര് രാധക്കുട്ടി എന്നാണെന്ന്, അവൾ എന്നെ ഇച്ചാച്ചാന്നാണ് വിളിക്കുന്നതെന്ന് ഒക്കെ മാഡ എങ്ങനെ അറിഞ്ഞു? പറയൂ. അറിയാം. ക്രിസ്ത്യാനികൾ സാധാരണ ഇച്ചാച്ചാന്ന് സഹോദരന്മാരെ വിളിക്കാറുണ്ട്. നമ്പൂതിരി സ്റ്റൈലിലുള്ള ഓപ്പേ എന്നല്ല. പവിശങ്കർ നടുങ്ങിപ്പോയി. രാധക്കുട്ടിയുടെ അമ്മ ക്രിസ്ത്യാനിയാണ്, എനിക്കറിയാം. അച്ഛൻ തിരുമേനിയാണെങ്കിലും. മാഡം, അവൻ സ്വയം മറന്ന പോലെ, ഇതിനു മുൻപുണ്ടായതെല്ലാം മറന്നതുപോലെ അവരുടെ ഇരുതോളിലും പിടിച്ചമർത്തി നിലവിളിക്കും പോലെ ചോദിച്ചു. മാഡം, നിങ്ങൾ ആരാണ്? സത്യം പറയൂ, നിങ്ങൾ ആരാണ്? ഞാൻ ദുർഗ. വസുന്ധര ശങ്കർ പൊട്ടിച്ചിരിച്ചു. ദുർഗ? പവിശങ്കർ എടുത്തു ചോദിച്ചു. അതെ, പ്രതികാര ദുർഗ. വസുന്ധര ശങ്കർ ചിരി നിർത്തി. നടുക്കത്തോടെ അവൻ അവരുടെ ചുമലിൽ നിന്നും കൈകൾ പിൻവലിച്ചു. അവൻ്റെ നോട്ടം അവരിൽ തന്നെ ഉടക്കി നിന്നു. കാറിനുള്ളിലെ വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുകളിൽ അവരുടെ രൂപം പതിഞ്ഞു. വെള്ള നിറത്തിലുള്ള നേർത്ത സാരിയും ചോളിയുമാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഇടതൂർന്ന അവരുടെ മുടി അഴിഞ്ഞു പരന്നു കിടക്കുകയാണ്. പൊട്ടിച്ചിരിക്കുന്ന അവരുടെ വായിലെ പല്ലുകൾ, തുറിക്കുന്ന കണ്ണുകൾ. ഇവർ യക്ഷിയാണോ? നീണ്ടു വളഞ്ഞ നഖങ്ങൾ കൊണ്ട് പിടിച്ചമർത്തി കൂർത്ത പല്ലുകൾ കൊണ്ട് തൻ്റെ നെഞ്ചിലെ ചോര വലിച്ചു കുടിക്കുവാൻ എത്തിയ യക്ഷി തന്നെ. സത്യമായും പവിശങ്കർ ഭയന്നു. ആ കണ്ണുകളിൽ ഭീതി ചേക്കേറി. മിസ്റ്റർ പവിശങ്കർ ഭയന്നോ? വസുന്ധര ശങ്കർ വീണ്ടും ചിരിച്ചു. മാഡം, നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്യാനാണോ ഈ പാതിരാത്രിക്ക്? അവൻ ചോദിച്ചുപോയി. ആണെങ്കിൽ? അവൻ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു. ഇല്ല, അത് നടക്കില്ല. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും, അവൻ പൊടുന്നനെ പറഞ്ഞു. വസുന്ധര ശങ്കർ വീണ്ടും പൊട്ടിച്ചിരിച്ചു. മല തുരന്ന് തല ചായ്ക്കാനൊരു മാളം ഉണ്ടാക്കുന്ന എലിക്കൊരു വിചാരമുണ്ട്. ആ മല മുഴുവൻ അതിൻ്റെ സ്വന്തമാണെന്ന്. താൻ അത് തലയിലേറ്റി നടക്കുകയാണെന്ന്. പക്ഷേ ആ പാവം അറിയുന്നില്ല, ആ മാളത്തിനുള്ളിൽ വെച്ച് തന്നെ അതിനെ ചുട്ടുകരിക്കാൻ കഴിയുമെന്ന്. സത്യമായും അവൻ്റെ ഉള്ളിൽ നടുക്കമുണ്ടായി. എന്തിനാണ് ഈ കാർ ഇങ്ങനെ നടുറോട്ടിൽ നിർത്തിയിട്ടിരിക്കുന്നത്? അവർ ചോദിച്ചു. ഉള്ളിലെ നടുക്കം പുറത്തു കാട്ടാതെ തന്നെ അവൻ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്തു. കരുതിയിരിക്കണം ഓരോ നിമിഷവും. എന്താണ് അവരുടെ പദ്ധതിയെന്ന് എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കണം. മിസ്റ്റർ പവിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പൊടുന്നനെ ചോദ്യം. എന്നോട് മാഡത്തിനുള്ള പ്രതികാരം എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എൻ്റെ കുടുംബത്തിനോട്? നിർത്ത, അവർ പെട്ടെന്ന് പറഞ്ഞു. നിങ്ങളോട് എനിക്ക് പ്രതികാരമോ? എന്തിന്? നിങ്ങൾ എൻ്റെ ശരീരത്തെ മോഹിച്ചതിനോ? എന്നെ കടന്നു പിടിച്ചതിനോ? ഇല്ല, എനിക്കതിൽ പകയില്ല. ഈ ലോകത്തിലുള്ള പുരുഷവർഗത്തിൽപ്പെട്ട സകല ഇരുകാലി മൃഗങ്ങളെയും പോലെ തന്നെ നിങ്ങളും ചെയ്തു. സ്ത്രീയുടെ നഗ്ന ഫോട്ടോ കണ്ടാൽ പോലും കാമം കത്തിക്കയറുന്ന നിങ്ങളെപ്പോലുള്ള പുരുഷവർഗത്തിന് കാമദാഹം തീർക്കാൻ സ്ത്രീയുടെ നഗ്ന പ്രതിമയായാലും മതി. അതിൻ്റെ ഒരു പ്രതിനിധി മാത്രം. നിങ്ങളെ പഴിക്കുന്നത് എന്തിന്? ഏത് ശപിക്കപ്പെട്ട നേരത്താണ് തനിക്ക് ആ ദുർബുദ്ധി തോന്നിയത്? പവിശങ്കർ സ്വയം പഴിച്ചു. ഈ സ്ത്രീയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടതായി വരിക. എനിക്ക് നിങ്ങളുടെ അമ്മയാകാൻ പ്രായമുണ്ട്, അവർ തുടർന്നു. എന്നെ സ്വന്തം അമ്മയായി കരുതാൻ നിങ്ങൾക്ക് തോന്നിയില്ല. എൻ്റെ നിശാവസ്ത്രം മാത്രമാണോ നിങ്ങളിലെ സർപ്പത്തിനെ കുത്തിയുണർത്തിയത്? ആണോ? അല്ല, നിങ്ങൾക്ക് മുൻകൂർ ധാരണയുണ്ടായിരുന്നു ഞാൻ വേശ്യയാണെന്ന്. അതെ, ഞാൻ വേശ്യയാണ്. ആയിരുന്നു, ഇപ്പോഴും അതെ. എൻ്റെ ഒരു രാത്രിക്ക് 10,000 രൂപയാണ് റേറ്റ്. അതുണ്ടോ? ഉണ്ടെങ്കിൽ മിസ്റ്റർ പവിക്ക് വരാം. ഉറച്ച സ്വരം. അല്ലാതെ സൗജന്യമായി സാധ്യമല്ല. മാഡം, ഞാൻ വീണ്ടും കാർ നിർത്തി. ഇവിടെ സ്ത്രീയുടെ ശബ്ദം ഉയർന്നു കേൾക്കരുത്. അവൾ പുറത്തിറങ്ങി പ്രവർത്തിക്കരുത്. ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകരുത്. രാത്രിയിൽ സഞ്ചരിക്കരുത്. ഒരു സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തരുത്. വിലങ്ങുകൾ.
20-ാം നൂറ്റാണ്ടിൻ്റെ ഈ അന്ത്യത്തിലും ഈ വിലക്കുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. എന്തിന്? സ്ത്രീ പോലും സ്ത്രീക്ക് ശത്രുവാണ് അപവാദ പ്രചാരണത്തിന്. പക്ഷേ നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച് മുന്നോട്ട് നോക്കി സ്വയം ശപിച്ചിരിക്കുന്ന ഭവിശങ്കറിൻ്റെ തോളിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ വസുന്ധരാശങ്കർ തുടർന്നു. പക്ഷേ ഞാൻ സ്ത്രീക്ക് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വിലക്കുകളും വിലങ്ങുകളും വലിച്ചു പൊട്ടിച്ചെറിഞ്ഞവളാണ്. ഞാൻ ആരോടും എന്തും പറയും. എൻ്റെ ഭാഷ മാന്യമായിരിക്കണമെന്ന് ഞാൻ നിഷ്കർഷിക്കുന്നില്ല. ഞാൻ എവിടെയും പോകും ഒറ്റയ്ക്ക്. രാവെന്നോ പകലെന്നോ നോക്കാറില്ല. പുരുഷന്മാർ പോലും കടന്നെത്താൻ അറച്ചു നിൽക്കുന്ന മേഖലയായാലും വസുന്ധരാശങ്കർ അവിടെ കടന്നു ചെല്ലും. അതുകൊണ്ട് വസുന്ധര വേശിയായി, കൊള്ളരുതാത്തവളായി, കൊലപാതകിയായി. യെസ്, ഐ അഡ്മിറ്റ്, ഞാൻ വേശിയാണ്, കൊലപാതകിയാണ്. ഇനിയും ഞാൻ വ്യഭിചരിക്കും, ഇനിയും ഞാൻ കൊലപാതകങ്ങൾ നടത്തും. വ്യക്തമായ കണക്കുകൂട്ടലുകളോട് മാത്രമേ വസുന്ധര എന്തും ചെയ്യൂ. അവളെ ആരും ഒരു ചുക്കും ചെയ്യില്ല. പ്രഗത്ഭന്മാരെന്ന് സ്വയം വീമ്പ് പറയുന്ന എത്ര പുരുഷകേസരികളെ വസുന്ധര നിലംപരിശാക്കിയിരിക്കുന്നു. ഊരാക്കുടുക്ക എന്ന ഈ പ്രപഞ്ചം മുഴുവനും വിധി എഴുതിയിട്ടുള്ളവ പോലും വസുന്ധര ഊരിയെടുത്തിരിക്കുന്നു. ഭവിശങ്കർ മറുപടി പറഞ്ഞില്ല. അവരെ നോക്കിയില്ല. അവർ പിടിവിട്ട് തിരിഞ്ഞിരുന്നു. ഗിരിപ്രസംഗം, ഇതൊക്കെ താൻ വിശ്വസിക്കുമെന്നാകും. ഇവിടെ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന 1000 സംഘടനകളുണ്ട്. ചർച്ചകളും സമ്മേളനങ്ങളും നടത്തുന്നുണ്ട്. വനിതാ മാർച്ച് നടത്തുന്നു. എന്താണ് അവരുടെ ആവശ്യം? എന്താണ് അവരുടെ മുദ്രാവാക്യം? പുരുഷൻ്റെ ഒപ്പം നടക്കണമെന്നോ? വേഷം ധരിക്കണമെന്നോ? പുരുഷനും അടുക്കളപ്പണി ചെയ്യണമെന്നോ? ഒപ്പം ജോലി ചെയ്യണമെന്നോ? പുരുഷൻ്റെ ചവിട്ടടിയിൽ കിടക്കാൻ വയ്യെന്നോ? അങ്ങനെയൊക്കെ കേൾക്കുന്നു. പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്ന സ്ത്രീ സമത്വം അതല്ല. ഞാൻ ഒറ്റയ്ക്ക് അടുക്കളപ്പണി ചെയ്യാം, കുഞ്ഞുങ്ങളെ പോറ്റാം, സ്ത്രീക്കിണങ്ങിയ വേഷം ധരിച്ചു കൊള്ളാം, പുരുഷൻ്റെ ചവിട്ടടിയിൽ കിടന്നോളാം. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന് കരുതി എൻ്റെ മാംസത്തിൻ്റെ മണം പറ്റി കഴുകന്മാർ കൊത്തിപ്പറിക്കരുത്. രാത്രിക്ക് ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി എന്ന് കണ്ട് കൂട്ടം കൂടി പാഞ്ഞെത്തുന്ന ഇരുകാലി മൃഗങ്ങൾ എന്നെ പിച്ചിക്കീറി തിന്നരുത്. പുരുഷനെപ്പോലെ തന്നെ ഈ പ്രപഞ്ചത്തിലൂടെ ഏത് സമയത്തും നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അതെന്നോ അനുവദിക്കപ്പെടുന്നു അന്നേ സ്ത്രീ സ്വതന്ത്രയാവൂ. സ്ത്രീ ഒരു ഭോഗവസ്തു മാത്രമല്ല എന്ന് അംഗീകരിക്കപ്പെടുന്നു അന്നേ അവൾ സ്വതന്ത്രയാവൂ. ഈ വിവാഹ കമ്പോളത്തിൽ അവൾക്കായി എത്തുന്ന വരൻ്റെ വില സൂചിക ഉയരും തോറും അവൾ അടിമയാണ്. സ്ത്രീധനം ഒരു പോറൽ പോലും ഏൽക്കാതെ കഴുകന്മാരിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്ന കന്യകാത്വമാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ധനമെന്നും ആ ധനം മാത്രമേ വേണ്ടൂ എന്നും ഓരോ പുരുഷനും അംഗീകരിക്കുന്ന കാലത്തെ ഇവിടെ സ്ത്രീയുടെ കാലിലും കഴുത്തിലും കിടക്കുന്ന ചങ്ങലയുടെ പൂട്ട് തകരൂ. വിവാഹ കമ്പോളത്തിൽ നിന്നും ഭർത്തൃഗൃഹത്തിലെത്തുമ്പോഴും സ്ത്രീയുടെ വിലയും മാന്യതയും നിശ്ചയിക്കാൻ അവൾ കൊണ്ടുവരുന്ന ഭാരിച്ച തുകയുടെ അളവുകോൽ എടുക്കാതിരിക്കാൻ എന്ന് കഴിയുന്നോ അന്നേ സ്ത്രീ സ്വതന്ത്രയാകൂ. സമത്വം, വ്യത്യാസമില്ലായ്മ, സ്ത്രീക്കും പുരുഷനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നുള്ള അംഗീകരിക്കൽ, ആ മഹാസംഭവം സാധിക്കുമോ എന്നെങ്കിലും? ഇല്ല, ഒരിക്കലുമില്ല. സ്ത്രീയുടെ സുതാര്യ വസ്ത്രങ്ങളെ അവഗണിക്കാൻ പുരുഷൻ്റെ കണ്ണുകൾക്ക് കഴിയാത്തിടത്തോളം കാലം അതൊരു സ്വപ്നം മാത്രമാണ്. സ്ത്രീ സമത്വവാദത്തിൻ്റെ ഫലവും വെറും വട്ടപൂജ്യം. പക്ഷേ മിസ്റ്റർ ഭവിശങ്കർ, ഞാൻ ഇക്കാര്യത്തിലൊക്കെ നിഷേധിയാണ്. എൻ്റെ സ്വന്തമായി തീരുമാനങ്ങളിലൂടെ മാത്രം ജീവിക്കുന്നവൾ. മുൻപിലിരിക്കുന്നതും നിൽക്കുന്നതും പുരുഷനോ സ്ത്രീയോ എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്കിഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ഞാൻ ധരിക്കും. അതെന്നിലെ നിഷേധി ചെയ്യുന്നതാണ്. മറിച്ച് ഞാനൊരു വേശിയായിട്ടാണ് എന്ന ധാരണയുണ്ടെങ്കിൽ അതങ്ങ് തിരുത്തിയേക്ക്. ഒന്ന് നിർത്തി ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് അവർ കൂട്ടിച്ചേർത്തു. വണ്ടി വിട്. എങ്ങോട്ട്? എങ്ങോട്ട്? അവൻ്റെ സ്വരം വല്ലാതെ അമർഷം പൂണ്ടിരുന്നു എന്ന് വസുന്ധരാശങ്കർ മനസ്സിലാക്കിയിരിക്കണം. മുൻപോട്ട് തന്നെ. അവരുടെ സ്വരവും കഠിനമായി. കാർ മുൻപോട്ട് തന്നെ മെല്ലെ നീങ്ങി. വല്ലാത്ത തണുത്ത കാറ്റ്. സൈഡ് ഗ്ലാസുകളെല്ലാം ഉയർത്തിവെച്ചു. അത്ഭുതത്തോടെ ഒരു കാര്യം അവൻ അറിഞ്ഞു. ഉറക്കം തന്നെ എത്തി നോക്കുന്നേയില്ല എന്ന്. എങ്ങനെ ഉറങ്ങാനാവും? ഇനി ഇടത്തോട്ട്. വസുന്ധരാശങ്കറിൻ്റെ സ്വരം. കാർ ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോയി. അരമണിക്കൂറോളം ആ വണ്ടി ഓടിയിട്ടുണ്ടാവും. പൊടുന്നിനെ അവർ ഞെട്ടി ഉണർന്നതുപോലെ നാലുപാട് നോക്കിയിട്ട് പറഞ്ഞു, വണ്ടി നിർത്ത്. വണ്ടി നിന്നു. തിരിക്ക്. ഭവിശങ്കർ വണ്ടി റിവേഴ്സ് എടുത്ത് ചെറിയ ഒരു പോക്കർ റോഡിലേക്ക് കയറ്റിയിട്ട് തിരിച്ചു. ഇനി വിട്ടോളൂ. വണ്ടി വന്ന വഴിക്ക് തിരികെ ഓടി. 5 മിനിറ്റ് ഓടിയിട്ടുണ്ടാവും. നിർത്ത്. വണ്ടി നിന്നു. വണ്ടി നിന്നിരുന്ന വഴിയോരത്തോട് ചേർത്തൊരു ഗേറ്റ്. ഗേറ്റിനപ്പുറം വഴിത്താര. ഒരു 50 മീറ്റർ അകലെയായി സാമാന്യം ഒരു നല്ല വീട്. ഒറ്റ നിലയിൽ വാർത്ത ഭംഗിയുള്ള വീട്. പൂമുഖത്തെ ലൈറ്റ് അപ്പോഴും കത്തിക്കിടക്കുന്നു. ആ വീടിൻ്റെ ആകെ ഒരു രൂപം കാണാം. ആ വീട്ടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് വസുന്ധരാശങ്കർ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഈ വീട്ടിൽ താമസിക്കുന്നത് ആരെന്ന് പവിക്കറിയണോ? ഒന്ന് ദീർഘമായി നിശ്വസിച്ചിട്ട് അവർ പറഞ്ഞു, എൻ്റെ മകൻ.
10 മാസം ചുമന്ന് ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ ഉദയൻ. സ്വന്തം നെഞ്ചിൽ കൈവച്ചത് ആവർത്തിച്ച് പറയുമ്പോൾ വസുന്ധരാശങ്കറിൻ്റെ സ്വരം വല്ലാതെ പതറിയിരുന്നു. ഉദയൻ, മാഡത്തിൻ്റെ മകൻ. പവിശങ്കർ അമ്പരന്നുപോയി. അവർക്ക് മക്കളിൽ നിന്ന് അവർ വിവാഹിതയല്ലെന്നൊക്കെ വർഗീസ് പറഞ്ഞതോർത്തു. എന്നിട്ടിതാ അവൻ സ്വയം പറഞ്ഞു. അയാൾ പറഞ്ഞതൊക്കെ തന്നെ തെറ്റായിരുന്നു. മാഡത്തിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന മട്ടിലായിരുന്നു ആ സംസാരം. അതുകൊണ്ടാണ് താൻ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ അല്പം മുമ്പ് താൻ ചതിക്കുഴിയിൽ വീണതും. ഇപ്പോഴും കവിളിലെ തിണർപ്പും മരവിപ്പും മാറിയിട്ടില്ല. അതെ, എൻ്റെ മകൻ, വസുന്ധരാശങ്കർ പറഞ്ഞു. പവിക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ഒരിക്കൽ പോലും അമ്മയെ വന്ന് കാണാത്ത മകൻ, ഒരിക്കൽ പോലും മകനെ ചെന്ന് കാണാത്ത അമ്മ, മകൻ താമസിക്കുന്ന വീടിനേക്കാൾ 25 ഇരട്ടി വില വരുന്ന വീട്ടിൽ താമസിക്കുന്ന അമ്മ. അമ്പരപ്പോടെ പവിശങ്കർ അറിഞ്ഞു അവരുടെ ശബ്ദത്തിന് ഇടർച്ചയുണ്ടെന്ന്, അവരുടെ കണ്ണുകൾക്ക് നനവുണ്ട് എന്ന്. മാഡം അപ്പോൾ വിവാഹിതയാണ്? അവൻ അറിയാതെ ചോദിച്ചുപോയി. എന്താ, വിശ്വാസം വരുന്നില്ലേ? വസുന്ധരാശങ്കർ ചോദിച്ചു. അതല്ല. അവൻ ഒന്ന് നിർത്തി. കേട്ടറിവ് അങ്ങനെയല്ല അല്ലേ? അവൻ മിണ്ടിയില്ല. ഇപ്പോൾ എന്തു തോന്നുന്നു? അവരുടെ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ച പവിശങ്കർ മറ്റൊരു ചോദ്യം ചോദിച്ചു. ഉദയൻ്റെ അച്ഛൻ? വസുന്ധരാശങ്കർ വെട്ടിത്തിരിഞ്ഞു. ആര്? അല്ല, ഉദയൻ്റെ അച്ഛൻ, അതായത് എൻ്റെ ഭർത്താവ് അല്ലേ? വസുന്ധരാശങ്കർ ഉത്തരം പറഞ്ഞത് ചെറിയ പുഞ്ചിരിയോടെയാണ്, ലാഘവത്തോടെ. അയാളെ ഞാൻ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചു? അതെ, ഉപയോഗയോഗ്യമല്ലാത്ത ഏത് വസ്തുവും ഉപേക്ഷിക്കുന്നതാണ് നന്ന്, പ്രത്യേകിച്ച് നന്നാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ. വസുന്ധരാശങ്കറിൻ്റെ സ്വരം വല്ലാതെ കാഠിന്യം കൊണ്ടു. അവരുടെ മുഖം ചോര പോലെ ചുവന്നു. ആ കണ്ണുകൾ 2 തീപ്പന്തങ്ങളായി. പല്ലുകൾ കൂട്ടിക്കടിച്ചവർ ഞെരിച്ചു. ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ ഒരു പുരുഷനിൽ നിന്നും എത്രമാത്രം തിക്താനുഭവങ്ങൾ നേടാം, അതെല്ലാം ഈ വസുന്ധരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിവാഹം എന്ന ചടങ്ങ് അതിനുള്ളതാണ്. ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഒത്തുചേരൽ എന്തിനുള്ളതാണ്? അവർക്ക് സ്വർഗീയ സംതൃപ്തി കൈവരുന്നത് എപ്പോഴാണ്? എൻ്റെ വിവാഹ ജീവിതത്തിൽ നിന്നും ഈ 3 ചോദ്യത്തിനും എനിക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. വിവാഹത്തിന് മുൻപ് ഒട്ടേറെ സ്വപ്നങ്ങൾ കണ്ടവളാണ് ഞാൻ. അതൊക്കെയും ബലികഴിക്കപ്പെട്ടു. ഒരു ഭാര്യ എന്ന പരിഗണനയല്ല, പകരം ഒരടിമയ്ക്ക് മാത്രം ലഭിക്കാവുന്ന തിക്താനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചത്. പക്ഷേ ഒരടിമയായി മാത്രം കാൽപാദത്തിൻ്റെ കീഴിൽ കിടന്ന് ഞെരിഞ്ഞമരാൻ കഴിയാതിരുന്ന ഒരു നിമിഷത്തിൽ വസുന്ധര ആ മാളം വിട്ടോടി, രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. വസുന്ധരാശങ്കർ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. പക്ഷേ പവി, എനിക്കെൻ്റെ മകനെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞില്ല. ഇനിയൊരു സുപ്രഭാതത്തിൽ കടന്നു ചെന്ന് ഞാൻ നിൻ്റെ അമ്മയാണടാ പൊന്നുമോനെ എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. മക്കളെ പ്രസവിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവൾ അമ്മയാവില്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവകാശം സ്ഥാപിക്കാൻ എനിക്ക് തീരെ കഴിയുന്നില്ല. അനീതിയെ എന്നും എതിർത്തവളാണ് വസുന്ധര. അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് സ്വന്തം ഭർത്താവിനെ പോലും പൊറുക്കാൻ കഴിയാതെ വന്നതും. അതെ, അയാളുടെ കാലടികളെ നക്കിത്തുടയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒരു ജാൻ വയറിനു വേണ്ടി മാത്രം ഒരുവൻ്റെ കാലടികളിൽ വീണ് കിടക്കാൻ കഴിഞ്ഞില്ല. അതെൻ്റെ തെറ്റാണ് എന്നേ ആരും വിധി എഴുതൂ. വസുന്ധരാശങ്കർ പെട്ടെന്ന് നീങ്ങിയിരുന്ന് പവിശങ്കറിൻ്റെ വലതുകരം കവർന്നെടുത്തു. അവൻ നടുക്കത്തോടെ അവരെ നോക്കി. അവരുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിൽ കോർത്ത് ഒരു നിമിഷം നിന്നു. അവൻ കൈ പിൻവലിച്ചേക്കുമോ എന്ന് ഭയക്കും പോലെ അവരെ കരം മുറുകെ പിടിച്ചു. പവി, നീ പറയുമോ ഇതെൻ്റെ തെറ്റാണെന്ന്? ആ സ്വരം ഒരു യാചന പോലെയായിരുന്നു. പവി എന്ന വിളിയിലും നീ എന്ന സംബോധനയിലും വല്ലാത്ത സ്വാതന്ത്ര്യവും സ്നേഹവും. പറയൂ, ഞാൻ തെറ്റുകാരിയാണോ? പറഞ്ഞു നിർത്തിയിടത്തോളം വെച്ച് നോക്കിയാൽ തെറ്റുകാരി തന്നെ. ദൃഢമായിരുന്നു അവൻ്റെ സ്വരം. എന്നല്ല, മനഃപൂർവ്വമായിരുന്നു അവൻ പറഞ്ഞത്. അവർ ഒന്ന് ഞെട്ടിയതുപോലെ പിടിവിട്ടു. കൂസാതെ അവൻ തുടർന്നു. ഭർത്താവിനെ ഈശ്വരന് തുല്യ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവളാണ് യഥാർത്ഥ ഭാര്യ. ആ ശുശ്രൂഷയിലാണ് ഒരു സ്ത്രീയുടെ സംതൃപ്തി. ഭർത്താവിൻ്റെ ശക്തിയും പ്രചോദനവുമായി ജീവിതാന്ത്യം വരെ സുഖദുഃഖങ്ങൾ പങ്കിടുന്ന മഹാലക്ഷ്മി. അതായിരിക്കണം ഒരു ഭാര്യ. എൻ്റെ സങ്കല്പത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു. പക്ഷേ ഭർത്താവിൻ്റെ ചവിട്ടടിയിൽ കിടക്കാൻ വയ്യ എന്ന അഹങ്കാരവും തൻ്റെ ഇടവും കൊണ്ട് മാത്രം ഒരു കുടുംബബന്ധം തകർക്കുകയും മകനെ അനാഥനാക്കിക്കൊണ്ട് അവൻ്റെ അച്ഛനെയും ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവൾ യഥാർത്ഥത്തിൽ ഭാര്യയോ സ്ത്രീയോ ഒന്നുമല്ല. സത്യത്തിൽ വസുന്ധരാശങ്കറിൻ്റെ സ്വരം ഉയർന്നു. അവൻ തുറിച്ചു നോക്കി. സ്ത്രീയെക്കുറിച്ച് നീ പറഞ്ഞ എല്ലാ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും നെയ്ത് ഒരിക്കൽ കാത്തിരുന്നവളാണ് ഞാൻ. എന്തെല്ലാം പ്രതീക്ഷകൾ ഒരുക്കൂട്ടിയ പൂത്താലവുമായാണ് ഇവൾ ഭർത്തൃഗ്രഹത്തിൽ കാലുകുത്തിയതെന്ന് അറിയുമോ? ഒറ്റ നിമിഷം പവിശങ്കർ വല്ലാതായി. കാരണം വസുന്ധരാശങ്കറിൻ്റെ ആ സ്വരം ഇടർച്ചയുള്ളതായിരുന്നു. അവരുടെ ആ തീക്ഷ്ണങ്ങളായ മിഴിയോരങ്ങളിൽ കണ്ണീർമുത്തുകൾ തിളങ്ങുന്നു. പവി, വണ്ടി വിടൂ, പോകാം. പവിശങ്കർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മെല്ലെ വണ്ടി മുന്നോട്ട് നീങ്ങി. കൂരിരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം. പവിശങ്കർ തിരിഞ്ഞു നോക്കി. പൂമുഖത്തെ വെളിച്ചത്തിൽ അങ്ങകലിയ ഒറ്റപ്പെട്ട വീട്.
അതിനുള്ളിൽ മാഡത്തിൻ്റെ മകൻ. പെട്ടെന്ന് അവൻ ചോദിച്ചു, ഉദയൻ വിവാഹിതനാണോ? ഭൂതകാല വിസ്മൃതിയിൽ ആണ്ടതുപോലെ ഇരിക്കുകയായിരുന്നു പവിശങ്കർ. ഒന്ന് ഞെട്ടിയതുപോലെ അവർ നോക്കി. പവി വല്ലതും ചോദിച്ചോ? ഒന്നുമില്ല. ചോദിക്കേണ്ടെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. പറയൂ, ഐ ആം ഓൾ റൈറ്റ്, അവർ വീണ്ടും പറഞ്ഞു. ഇനി എങ്ങോട്ടാണ് വണ്ടി വിടേണ്ടത്? മുൻപോട്ട് തന്നെയോ? പവിശങ്കർ ഊന്നി ചോദിച്ചു. യെസ്, മുൻപോട്ട്, രാഗസുധ വരെ. അവൻ മൗനമായി വണ്ടി ഓടിച്ചു. തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീ അവനൊരു സമസ്യയായി തോന്നി. മകനുണ്ട്, ഭർത്താവുമുണ്ട്, എന്നിട്ടും ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുന്നു, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അത്രയും വലിയ വിറ്റുവരവുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് ഒറ്റയ്ക്ക് നടത്തുന്നു. പാർട്ണർഷിപ്പ് പോലും മറ്റുള്ളവർക്ക് കൊടുക്കാതെ എല്ലാ പ്രശ്നങ്ങളും സ്വയം ഏറ്റെടുത്ത് നേരിട്ടുകൊണ്ട്. ജോലിക്കാർക്ക് പേടി സ്വപ്നമായി. ജേക്കബ് രാജൻ എന്ന ക്യാഷ്യർ നടുറോഡിൽ ചത്തുമലച്ചു. അജിത് കുമാർ എന്ന PA ജയിലിലായി. എന്നിട്ടും അവർക്കൊരു ഭാവഭേദവുമില്ല. അക്ഷോഭിയായി. ഒരു പടത്തലവൻ്റെ തലയെടുപ്പോടെ ഒറ്റയ്ക്ക് പടക്കളത്തിലേക്ക് പടവാളുമായി കുതിച്ചെത്തിയ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ പുനർജന്മമാണോ ഇവർ? കാർ രാഗസുധയുടെ ഗേറ്റിങ്കിലെത്തി നിന്നു. കരിങ്കൽ തൂണിൽ ലിപികൾ. രാഗസുധ. അവൻ വായിച്ചു. പിന്നെ തിരിഞ്ഞ് അവരോടായി പറഞ്ഞു, വസുന്ധര ശങ്കർ, വസുന്ധര മെഡിക്കൽസ്, അതുപോലെ വസുന്ധര മംഗലം എന്നോ വസുന്ധര വില്ല എന്നോ മറ്റോ ആയിരുന്നു ഈ വീടിന് ചേരുന്ന പേര്. അവരാ ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല. കാറിൻ്റെ സ്വരം കേട്ട് ഓടിയെത്തിയ പയ്യൻ വേഗത്തിൽ ഗേറ്റ് തുറന്നു. കാർ അകത്തേക്ക് വിട്, അവർ പറഞ്ഞു. നോ മാഡം, ഞാൻ ഇവിടെ വരെയുള്ളൂ. അവൻ പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങി. വസുന്ധര ശങ്കർ ഒരു നടുക്കത്തോടെ അവനെ തുറച്ചു നോക്കി. ഇനി ഞാൻ പോകുന്നു മാഡം, അവൻ യാത്ര പറഞ്ഞു. കാറിനുള്ളിൽ നിന്ന് തൻ്റെ കിറ്റെടുത്തു. എങ്ങോട്ട്? അത് തീരുമാനിച്ചില്ല. തീരുമാനിക്കാം, കടന്നിരിക്കൂ. വേണ്ട, നന്ദി മാഡം, ഇനി വരുന്നില്ല. പവി, വസുന്ധര ശങ്കർ മെല്ലെ വിളിച്ചു. പുറത്തേക്ക് കൈയിട്ട് അവൻ്റെ കരം പിടിച്ചെടുത്തു. അരുമയോടെ തലോടി. ഈ പാതിരാത്രിക്ക് ഈ കാറുമായി ഞാൻ പുറത്തിറങ്ങി നിന്നെയും കൂട്ടി സഞ്ചരിച്ചതും എൻ്റെ മകനെ കാട്ടിത്തന്നതും കഥ പറഞ്ഞതും എന്തിനെന്നറിയോ? അവൻ മിണ്ടിയില്ല. തൻ്റെ കരം പിടിച്ചിരിക്കുന്ന അവരുടെ കരങ്ങൾ വിറ കൊള്ളുന്നു എന്ന് തോന്നി. എന്നെ തുറന്നു കാട്ടാനാണ്. എനിക്ക് പിന്നിലുള്ള ചില സത്യങ്ങൾ മനസ്സിലാക്കാനാണ്. നീ ഇന്നെന്നെ കടന്നു പിടിച്ചു. തെറ്റെൻ്റേതാണ്. പുരുഷനെ പുല്ലുപോലെ അവഗണിക്കുന്ന ഞാൻ അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതിന് ഏത് വേഷമെന്ന് നോക്കാറില്ല, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ. നിന്നെ ഞാൻ അടിച്ചത് ഞാൻ പതിവ്രത ആയതുകൊണ്ടല്ല, ആദർശശുദ്ധി നോക്കിയിട്ടുമല്ല. മിസ്റ്റർ പവി, നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം കൊണ്ട്. നോ മാഡം, പവിശങ്കർ മുഖം തിരിച്ചു. നോ, എന്നെ ആ കാര്യം ഓർമ്മിക്കണ്ട. ഞാൻ തെറ്റ് ചെയ്തു. ഏതോ ദുർമല മുഹൂർത്തത്തിൽ. ചീത്ത വികാരങ്ങൾ. അമ്മയോളം പ്രായമുള്ള മാഡത്തിന്. സ്റ്റോപ്പ് ഇറ്റ്, വസുന്ധര ശങ്കർ ചിരിച്ചു. കാമം തീർക്കാൻ ആരാടാ പ്രായം നോക്കാറുള്ളത്? സോറി മാഡം, ഞാൻ 1000 തവണ ക്ഷമ ചോദിക്കുന്നു. എന്നെ വിശ്വസിക്കണം. എനിക്കിനി പോകാമല്ലോ. പവിശങ്കർ തൻ്റെ കൈ വിടുവിച്ചെടുക്കാൻ നോക്കി. അതോടെ അവരുടെ പിടുത്തം മുറുകി. വല്ലാത്തൊരു നിമിഷം. പവി, നിന്നെ ഞാൻ വിടില്ല. നിന്നെ എനിക്ക് വേണം. നിന്നെ ഞാനിനി ആർക്കും കൊടുക്കില്ല, ആർക്കും. ആ സ്വരം ഒരു നിലവിളി പോലെയായിരുന്നു. മൈ ഗോഡ്, അവൻ്റെ നാവ് കുഴഞ്ഞുപോയി. പിറ്റേന്ന് വസുന്ധര മെഡിക്കൽസിൻ്റെ മുൻപിൽ എത്തി നിന്ന റോൾസ് റോയ്സ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് പവിശങ്കറാണ്. മുൻസീറ്റിൽ തന്നെ വസുന്ധര ശങ്കറും. ഇരുവരും പുറത്തിറങ്ങി. ഇരുവരും ഒപ്പം നടന്ന ഹാളിൻ്റെ സൈഡിലുള്ള ഗോവണി വഴി മുകളിലേക്ക് കടന്നുപോയി. കടയിലുള്ളവർ കണ്ണുമിഴിച്ചു. ഈശ്വര, ആ കൊച്ചൻ, അവനും വലയിൽ വീണോ? അവർ പരസ്പരം നോക്കി. വർഗീസിയേട്ടാ, പവിസാറിൻ്റെ പോക്ക് കണ്ടോ? വിജയൻ ചോദിച്ചു. കണ്ടു, ഒടുക്കത്തെ പോക്ക്. എൻ്റെ വിജയ, ഞാൻ കരുതി അവനൊരു ഉശിരുള്ള കൊച്ചനാന്ന്. കഷ്ടം, അവൻ്റെ ഒരു അധോഗതി. അവരൊക്കെ എങ്ങനെ ജീവിക്കട്ടെ എന്ന് നമുക്കെന്താ വിജയ? ജെയിംസ് പറഞ്ഞു. തങ്കച്ചനും അതേ അഭിപ്രായമാണ്. നമുക്ക് കഴിയാത്തത് മറ്റൊരാൾ ചെയ്യുന്നു, അതിന് അസൂയപ്പെട്ടിട്ടെന്തോന്ന് കാര്യം? കസ്റ്റമേഴ്സ് മരുന്നുകൾ കൈമാറുന്നുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ചർച്ച ഇതൊക്കെ തന്നെയാണ്. അവൻ വന്നിട്ട് എത്ര നാളായി? ക്യാഷറായിട്ട് വന്നതാ. ഇപ്പോൾ ദേ അകത്തെ പുള്ളിയായി. കഴിഞ്ഞ ദിവസം വരെ ബുള്ളറ്റിൽ വന്നിരുന്നവൻ ഇപ്പോൾ ദാ അവരുടെ കാറിൽ. അതോ ആ ഇരിപ്പും വരവും ലജ്ജിക്കാനറിയാത്ത കൂട്ടർ. എടോ, നമുക്കെന്താ കാര്യം? വിട്ടുകളയുന്നേ. ഈയാമ്പാറ്റ വിളക്കിനെടുത്ത് കളിച്ചാൽ എത്രയെന്നല്ലേ? അതുതന്നെയാ അനുഭവം. പക്ഷേ ഇടനെഞ്ച് പൊട്ടിത്തകർന്നതുപോലെ അവിടെ കൗണ്ടറിനരികിൽ ഒരാൾ ഇരിക്കുകയായിരുന്നു. കൃഷ്ണേന്ദു. ആ സംസാരം മുഴുവൻ അവൾ കേൾക്കുകയായിരുന്നു. അവളും കണ്ടു ആ കാഴ്ച. ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്ത് ഒരുമിച്ചിറങ്ങി ഒരുമിച്ച് മുകളിലേക്ക് കയറിപ്പോയ ആ കാഴ്ച. വിങ്ങിപ്പൊട്ടി കരയാതിരിക്കുവാൻ കൃഷ്ണേന്ദു പാടുപെട്ടു. ഉള്ളിൽ കുരുത്ത മോഹങ്ങൾ, നെയ്തൊരുക്കിയ ഒരു പിടി സ്വപ്നങ്ങൾ ഒക്കെ അതാ കശക്കി ഞെരിക്കപ്പെട്ട് മുൻപിൽ കിടക്കുന്നു. എന്തിന് പ്രതീക്ഷിച്ചു? എന്തിന്? വെറുതെ. 5 പെൺകുട്ടികൾ പുരനിറഞ്ഞു നിൽക്കുന്ന വീട്ടിലെ മൂത്ത സന്താനം. ഇല്ല, തന്നെ കയ്യേൽക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും പണം വേണം. സ്ത്രീധനം. എത്ര ആലോചനകൾ വന്നതാണ്.
കഴുത്തു നിറയെ പൊന്നു വേണം. അതില്ലാതെ തന്നെ ആർക്ക് വേണം? തൻ്റെ 4 അനിയത്തിമാരെ ആർക്ക് വേണം? പക്ഷേ ഓരോ പുലർച്ചയിലും വൈക്കിന്മേൽ പാഞ്ഞെത്തുന്ന ആ രൂപം, പിന്നെയും ആ പുഞ്ചിരി, കൊളുത്തിവലിക്കുന്ന നോട്ടം, അത് കാണുമ്പോൾ പ്രതീക്ഷകൾക്ക് പുതിയ നാമ്പുകൾ വയ്ക്കുകയായി. ഇടയ്ക്കിടെ ഇൻ്റർകോമിലൂടെ ആ സ്വരം തൻ്റെ കർണങ്ങളിൽ പതിയുമ്പോൾ അവാച്യമായ അനുഭൂതിയുടെ മേഖലയിലേക്ക് താൻ ഉയരുന്നു. തൊട്ടടുത്ത് ചേർന്ന് നിന്ന് ആ അധരങ്ങൾ തൻ്റെ ചെവിയോടടുപ്പിച്ച് മന്ത്രിക്കും പോലെയാണ് തോന്നുക. ഉള്ളിൽ കുളിർ കോരിയിടുന്ന നിമിഷങ്ങൾ. ഒരിക്കലെങ്കിലും വിളിക്കുമെന്ന് ആശിച്ചു കൃഷ്ണേന്ദു. ഒരിക്കലെങ്കിലും പറയുമെന്ന് ആശിച്ചു, ഐ ലവ് യു കൃഷ്ണേന്ദു. പറഞ്ഞില്ല, പറയുമെന്ന് കാത്തിരുന്നു ഈ നിമിഷം വരെ. പക്ഷേ ഇതാ കൺമുമ്പിലൂടെ കടന്നുപോയ കാഴ്ച. ആ മുഖം ഉയർന്നിരുന്നു, പക്ഷേ ഇങ്ങോട്ടൊന്ന് നോക്കി പോലുമില്ല. ഇവരൊക്കെ പറയുന്നത് സത്യമാണെങ്കിൽ, ഓ ദൈവമേ! കൃഷ്ണേന്ദു നെഞ്ചിൽ കൈവച്ചു. നിറഞ്ഞു വന്ന മിഴികൾ അവൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചുകൊണ്ട് ബില്ലടിച്ചു. പണം വാങ്ങി ബാക്കി ബാലൻസ് കൊടുത്തു. അപ്പോൾ ഇൻ്റർകോം ശബ്ദിച്ചു. എടുത്തത് വിജയൻ. പവിശങ്കറിൻ്റെ സ്വരം. മിസ്റ്റർ വർഗീസിനെ മാഡം വിളിക്കുന്നു. വർഗീസ് ഒന്ന് നടുങ്ങി. എന്താ കാര്യം? സെയിൽസ്മാൻമാരെ വിളിക്കേണ്ടെന്ന ആവശ്യമില്ല. കാര്യങ്ങൾ PA-മാർ വഴി അറിയിക്കുകയാണ് പതിവ്. ഇപ്പോൾ പിന്നെ? വർഗീസിൻ്റെ മുഖം വെള്ളക്കടലാസുകൾ പോലെ വിളറി. മറ്റുള്ളവരുടെ മുഖങ്ങളിൽ പാറി വീണ നടുക്കം. മെല്ലെ നടന്ന വർഗീസ് കോവണി കയറി. പവിശങ്കർ അയാളെ മാഡത്തിൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വിട്ടു. വാതിലടഞ്ഞു. മിസ്റ്റർ വർഗീസിന് സ്വന്തം ജീവനിൽ ഭയമുണ്ടോ? വസ്ത്രശങ്കർ ചോദിച്ചു. വർഗീസ് വിറച്ചുപോയി. എത്രയൊക്കെ വീമ്പ് പറഞ്ഞാലും വസ്ത്രശങ്കർ തൊട്ടടുത്തുകൂടി കടന്നു പോയാൽ തന്നെ വർഗീസ് വിയർക്കും. പക്ഷേ ആ ഭയം തനിക്കില്ലെന്ന് ഭാവിക്കാൻ അയാൾ പാടുപെടും എന്നു മാത്രം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അയാളെ വല്ലാതെ നടുക്കി. പറയൂ, ചോദിച്ചതിന് ഉത്തരം പറയൂ. വസ്ത്രശങ്കറിൻ്റെ ഉറച്ച സ്വരം. ഭയമുണ്ട്. ഞാൻ നടു റോഡിൽ ആളെ കൊല്ലുന്ന ഒരു യന്ത്രമാണ്, അറിയാമോ? അയാൾ വിയർത്തു കുളിർച്ചു. ബുൾഡോസർ എന്ന് കേട്ടിട്ടുണ്ടോ താൻ? വർഗീസിൻ്റെ നാവിറങ്ങി. ആ യന്ത്രത്തിനെ താൻ വസ്ത്രശങ്കർ എന്ന് പേര് മാറ്റിയല്ലേ? വർഗീസ് ആകെ വിറയ്ക്കുകയാണ്. മിണ്ടാൻ നാവ് വഴങ്ങുന്നില്ല. ദാ പിടിച്ചോളൂ. വസ്ത്രശങ്കർ നീട്ടിയ പേപ്പർ യാന്ത്രികമായി വാങ്ങി നോക്കി. ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന അറിയിപ്പ്. വർഗീസിൻ്റെ കണ്ണ് തള്ളി. നിൽക്കുന്ന നിൽപ്പിൽ ബോധമറ്റ് വീഴുമോ എന്ന് ഭയന്നു. പൊയ്ക്കോ. യാന്ത്രികമായി കാലുകൾ വലിച്ചു വെച്ച് പുറത്തിറങ്ങി. വസ്ത്രശങ്കർ പെട്ടെന്ന് തിരിഞ്ഞ് ഇൻ്റർകോമിലൂടെ പവിശങ്കറെ വിളിച്ചു. അവൻ കടന്നു ചെന്നു. പവിശങ്കർ, വർഗീസിൻ്റെ പേര് വെട്ടിയേക്കൂ. മാഡം. അവൻ നടുങ്ങിപ്പോയി. വർഗീസിനെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. പക്ഷേ ഇതിനായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. മാഡം, അയാളെ പിരിച്ചുവിടുന്നത് എൻ്റെ ഇഷ്ടം. ഐ ആം ദ ഓൺലി ഓണർ ഓഫ് ദിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ആരുടെ പേരിലും എപ്പോൾ എന്ത് തീരുമാനം എടുക്കുവാനും എനിക്ക് പൂർണ്ണ അധികാരമുണ്ട്. മാഡം, ഇത്തവണത്തേക്ക് അയാൾക്ക് മാപ്പ്. നോ മോർ. മൈൻഡ് യുവർ ഓൺ ബിസിനസ് മിസ്റ്റർ. പവിക്ക് പോകാം. പവിശങ്കർ പിൻവാങ്ങി. തൻ്റെ കസേരയിൽ വന്നിരുന്നപ്പോൾ അവൻ ആകെ വിയർത്തുപോയി. വല്ലാത്തൊരു തളർച്ചയും. കഷ്ടം. താനാണിതിന് കാരണക്കാരൻ. തൻ്റെ അവിവേകം, ഒരു വിടുവായത്തരം പ്രവൃത്തി ഒക്കെ. പാവം വർഗീസ്. 3 മക്കളും ഭാര്യയും അമ്മയും അടങ്ങുന്ന കുടുംബം. 3 മക്കളും കോളേജിൽ പഠിക്കുന്നു. അമ്മ അസുഖമായി കിടപ്പും. അയാളുടെ ജോലി നഷ്ടപ്പെട്ടാൽ വല്ലാത്ത ദുർഗതി. ഒരു ജഡം കണക്കെയാണ് വർഗീസ് ഗോവണി വഴി താഴെ എത്തിയത്. അയാളുടെ കയ്യിലിരുന്ന് വിറകൊള്ളുന്ന പേപ്പറും അയാളെയും കണ്ടപ്പോൾ മറ്റുള്ളവരുടെ ഹൃദയമിടിപ്പിന് വേഗത കൂടി. അവർ അത് വാങ്ങി നോക്കി. ഈശ്വര! വിജയൻ നെഞ്ചിൽ കൈവച്ചുപോയി. എന്താണ് ഈ കാണുന്നത്? ഒരു കാര്യവുമില്ലാതെ ഒരാളെ പിരിച്ചുവിടുക. എന്താണ് കാര്യം? എന്താ വർഗീസിയേട്ട അവർ പറഞ്ഞത്? ഓരോരുത്തരും ഉത്കണ്ഠാകുലരായി. ഓരോരുത്തരുടെയും ഹൃദയം വല്ലാതെ പിടച്ചു. മുഖത്ത് ആശങ്ക നെഴലിച്ചു. വർഗീസിയേട്ട പറയൂ, എന്തിനാ പിരിച്ചുവിട്ടത്? കാരണം പറഞ്ഞോ? ഓരോരുത്തരും ഉദ്യോഗത്തോടെ ചോദിച്ചു. കാരണം. വർഗീസിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ കുറുകി. കടപ്പല്ലുകൾ ഞെരിഞ്ഞു. അമർന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു. അവനാണ്. ആര്? ആ പവിശങ്കർ, ആ തെണ്ടി. കൃഷ്ണേന്ദു നടുങ്ങിപ്പോയി. ബുള്ളറ്റ് താഴെ ചവിട്ടി നിർത്തിയിട്ട് ഗോവണി വഴി പവിശങ്കർ കയറുമ്പോഴാണ് മുകളിൽ നിന്ന് രതി ഇറങ്ങി വന്നത്. രതി. പവിശങ്കർ നിന്നു. സർ. അവൾ ഭവ്യതയോടെ മുൻപിൽ നിന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? അവൻ ചോദിച്ചു. അമ്മയ്ക്ക്. രതിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ, കൂടുതലാണോ? അല്ല, കുറവുണ്ട്. അവളുടെ സ്വരം താഴ്ന്നിരുന്നു. ഡോണ്ട് വറി രതി, അമ്മയ്ക്ക് സുഖമാവും. പവിശങ്കർ ആശ്വസിപ്പിച്ചു. വെറുതെ. ആ, സുഖമാവും. രതിയുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകി. അവൾ വിതുമ്പിപ്പൊട്ടി. തോളിൽ കിടന്ന ഷാളിൻ്റെ അറ്റം വായിൽ തിരുകി കരച്ചിൽ പൊട്ടാതിരിക്കുവാനായി പിടിച്ചുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി ഹാളിലേക്ക് കടന്നു. അഗ്നിപൂത്ത 2 കണ്ണുകൾ അവളെ ദഹിപ്പിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. കൃഷ്ണേന്ദു. രതി പവിശങ്കറിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും പൊട്ടിക്കരയുന്നതും അവൾ കണ്ടു. എന്താണ് സംസാരിച്ചതെന്ന് കേട്ടില്ലെന്ന് മാത്രം. കേട്ടില്ലെങ്കിലും ഊഹിച്ചു. ആ നിൽപ്പ്, ആ കരച്ചിൽ. ഊഹിക്കാൻ എന്താ പ്രയാസം? കൃഷ്ണേന്ദു മാത്രമല്ല, മറ്റുള്ളവരും ആ കാഴ്ച കണ്ടിരുന്നു. വേഷം കെട്ടി ചുണ്ടും ചൂപ്പിച്ച് നടക്കുന്ന അവളെ
പിന്നെ ഇഷ്ടപ്പെടാണ്ട് വരുമോ? അവൾ എന്തിനും പോന്നവളല്ലേ, മാഡത്തിൻ്റെ ഇഷ്ടസഖിയല്ലേ. കടയിലെ സംഭാഷണ ശകലങ്ങൾ പവിശങ്കറിൻ്റെയും മാഡത്തിൻ്റെയും ചെവിയിൽ ഊതിക്കൊടുക്കുന്നവൾ രതി തന്നെയാണെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ അവളുടെ സാന്നിധ്യത്തിൽ ഒരക്ഷരവും ഇപ്പോൾ സംസാരിക്കാതായി. വർഗീസിൻ്റെ അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുതല്ലോ, അതിനുള്ള മുൻകരുതൽ. കൃഷ്ണേന്ദുവിനാണ് അവളോട് ഏറ്റവും വിരോധം. തൻ്റെ ശത്രു, താൻ മോഹിച്ച ആളെ കണ്ണും കൈയും കാട്ടി വശീകരിച്ച് പാട്ടിലാക്കിയവൾ, വേശ്യ. പവിശങ്കർ കടന്നു പോകുമ്പോൾ ആർത്തി കൊണ്ടാണ് രതി നോക്കാറുള്ളതെന്ന് കൃഷ്ണേന്ദു കണ്ടുപിടിച്ചു. രതിയുടെ കണ്ണുകളിൽ അപ്പോഴുണ്ടാകുന്ന തിളക്കം കൃഷ്ണേന്ദുവിൻ്റെ ഹൃദയം കുത്തിപ്പറിച്ചെടുക്കുന്നു. അവൾ സങ്കടപ്പെട്ടു. ആഹാരം കഴിക്കാതെ, വിശപ്പില്ലാതെ നിറകണ്ണുകളുമായി കൃഷ്ണേന്ദു ഇരുന്നു. രാവിൻ്റെ സാന്ദ്രതയിൽ നെടുവീർപ്പിട്ടവൾ കരഞ്ഞു. എങ്കിലും തന്നെ മോഹിപ്പിച്ചിട്ട് തേങ്ങിക്കരയാനേ കഴിഞ്ഞുള്ളൂ. പവിശങ്കർ കാത്തു നിന്നു വഴിയോരത്ത്, കൃഷ്ണേന്ദുവിനെ കാത്ത്. അവൻ അവളെ കാണാൻ വേണ്ടി മാത്രം തൻ്റെ ബുള്ളറ്റിൽ യാത്ര തിരിച്ചതാണ്. പണ്ടൊരിക്കൽ താൻ അവളെ കണ്ടുമുട്ടിയ വഴിത്താരിയിലൂടെ എത്രയോ ഞായറാഴ്ചകളിൽ അവൾ വന്നിരിക്കുന്നു. പക്ഷേ അവളെ കാണാൻ കഴിഞ്ഞില്ല. വഴിയിലെത്തി കാത്തു നിന്നാൽ കൃഷ്ണേന്ദുവിനെ കാണാനൊക്കുമോ? വീട്ടിലേക്ക് ചെല്ലാൻ വല്ലാത്ത സങ്കോചം. എന്ത് കാരണം പറയും? ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ കാരണമില്ലാതെ പോകേണ്ടതായി വരിക. പലപ്പോഴായാലോ വയ്യ. പക്ഷേ വരും വരും എന്ന് മാത്രം കാത്ത് അവൻ്റെ പ്രിയപ്പെട്ടവൾ ആ വീട്ടിൽ കാത്തിരിക്കുകയാണ് എന്നവൻ അറിഞ്ഞില്ലല്ലോ. അവസാനം അവൻ്റെ തപസ് ലക്ഷ്യപ്രാപ്തിയിലെത്തി. ഞായറാഴ്ച അവൾ എവിടെയോ പോകാൻ എത്തിയതാണ്. കൃഷ്ണേന്ദു കാത്തിരുന്ന് കണ്ടെത്തിയ നിധിയെടുക്കുന്ന ആഹ്ലാദമായിരുന്നു പവിശങ്കറിന്. അവൾ തിരിഞ്ഞു നോക്കി. ബുള്ളറ്റിൽ ചാരി കാത്തു നിൽക്കും പോലെ പവിശങ്കർ. ഹൃദയം ഒന്ന് തുടിച്ചു. കൃഷ്ണേന്ദു ഒരു നിമിഷത്തേക്ക് സ്വയം മറന്നു. ഉള്ളിൽ ആഹ്ലാദം നുരകുത്തി പൊങ്ങി. പക്ഷേ തൊട്ടടുത്ത നിമിഷം എല്ലാം കെട്ടടങ്ങി. വസ്ത്രാശങ്കർ എന്ന മധ്യവയസ്കയോടൊപ്പം കഴിയുന്ന രതി എന്ന മാതകറാണിയോടൊപ്പം കഴിയുന്ന മനുഷ്യൻ അറച്ചുപോയി. അവളുടെ മുഖം കറുത്തു. കണ്ണുകളിൽ അവജ്ഞയും പരിഹാസവും നിഴലിച്ചു. കൃഷ്ണേന്ദു, ഞാൻ എത്ര സമയമായി കാത്തു നിൽക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും മുൻപത്തെ ഞായറാഴ്ചയും ഞാൻ വന്നിരുന്നു. പവിശങ്കർ അവൾക്ക് അരികിലെത്തി. എന്തിന്? അവൾ ചോദിച്ചു. ആ ചോദ്യത്തിലെ പരിഹാസം അവന് മനസ്സിലായില്ല. ഒന്ന് കാണാൻ അവൻ മെല്ലെ പറഞ്ഞു. വേണ്ട, അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. എനിക്കിഷ്ടമല്ല കൃഷ്ണേന്ദു. പവിശങ്കറിൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ളു ശക്തിയായി തറച്ചു കയറി. വേണ്ട സാർ, എന്നെ വെറുതെ വിട്ടേക്കൂ. ഞാനൊരു പാവം, നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അവൾ നടന്നു കഴിഞ്ഞു. വല്ലാത്ത വേദനയോടെ പവിശങ്കർ തിരിഞ്ഞ് ബുള്ളറ്റിൽ ചാരി തളർന്ന് അവൻ അങ്ങനെ നിന്നു. അങ്ങകലെ വളവ് തിരിഞ്ഞ് അവൾ അപ്രത്യക്ഷയാകുന്നത് വരെ. ഉള്ളിൽ കെട്ടിപ്പൊക്കിയ എല്ലാ മനക്കോട്ടകളും ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായിരിക്കുന്നു. കണ്ടുമുട്ടിയ നാൾ മുതൽ ഒരു പൊൻതാമര പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ വിടർന്നു നിന്നിരുന്നു. കൃഷ്ണേന്ദു. ആ പേര് പോലും ഉള്ളിലൊരു മന്ത്രമായി തീർന്നിരുന്നു. പക്ഷേ കൃഷ്ണേന്ദു, നിനക്ക് എന്തു പറ്റി? എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? കൗണ്ടറിന് പിന്നിൽ നിന്നും താൻ ഈ വിടർന്ന ചെന്താമരപ്പൂ കണ്ടിരുന്നതല്ലേ? കണ്ണുകളിലെ ആ തിളക്കം എന്നും കണ്ടിരുന്നതല്ലേ? താൻ ബ്രാഹ്മണനാണ്, കൃഷ്ണേന്ദു നായരും. പക്ഷേ താനത് വകവയ്ക്കുന്നില്ല. കാരണം അച്ഛൻ തനിക്ക് വഴികാട്ടിയാണ്. അച്ഛൻ ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. മേരി എന്ന ക്രിസ്ത്യാനി പെണ്ണിനെ കൈപിടിച്ച് ഇല്ലത്ത് കുടിയിരുത്തിയ ധീരനാണ് അച്ഛൻ. അതോടെ ഇല്ലത്തിന് മറ്റുള്ളവർ ഭ്രഷ്ട് കൽപ്പിച്ചു എന്നത് സത്യം. മേരിയെ ഒപ്പം കൂട്ടി മറ്റിടത്താണ് അച്ഛൻ ആദ്യം താമസിച്ചത്. താൻ ജനിച്ചതിന് ശേഷമാണ് ഇല്ലത്തേക്ക് കടന്നത്. കാരണം അപ്പോഴേക്കും മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞിരുന്നു. മുത്തശ്ശിക്ക് അച്ഛനെ എതിർക്കാൻ കഴിഞ്ഞില്ലത്രേ. സുഹൃതക്ഷയം എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കാം. അപ്പോൾ പിന്നെ അച്ഛൻ കൃഷ്ണേന്ദുവിനെ തള്ളിപ്പറയുമോ? ഒരു ഉച്ച സമയം ഇൻ്റർകോമിലൂടെ വസ്ത്രാശങ്കറിൻ്റെ സ്വരം കേട്ടു. കൃഷ്ണേന്ദു, പ്ലീസ് കം അപ്പ് സൂൺ. ഗൗരവസ്വരം. കൃഷ്ണേന്ദു നടുങ്ങിപ്പോയി. ഈശ്വര! വർഗീസിനെ മുകളിലേക്ക് വിളിപ്പിച്ചു. തിരികെ വന്നത് പിരിച്ചുവിട്ട നോട്ടീസുമായാണ്. അതിനെതിരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഇന്ന് തൻ്റെ കുറിയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഒരുപക്ഷെ പവിസാർ വല്ല കള്ളത്തരവും പറഞ്ഞു കേൾപ്പിച്ചോ? അയാളുടെ ഇംഗിതം തൻ്റെ മേൽ നടക്കാൻ അനുവദിക്കാത്തതിന്. കൃഷ്ണേന്ദു അടിമുടി വിറച്ചു. ആ ഓമന മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു. കണ്ണുകളിൽ ഭീതി കൂടുകെട്ടി. ഈശ്വരന്മാരെ വിളിച്ചു, നേർച്ച നേർന്നു. പിരിച്ചുവിടാനായിരിക്കരുതേ. വസ്ത്രാശങ്കറിൻ്റെ മുമ്പിൽ കൃഷ്ണേന്ദു നിന്നു. ആഷ് കളറിലുള്ള കാഞ്ചീപുരം പട്ടുസാരിയാണ് അവർ ധരിച്ചിരിക്കുന്നത്. കാതിൽ കല്ല് കമ്മലും കഴുത്തിൽ ചെറിയ പെറ്റൻറ്റും. ജ്വലിക്കുകയാണ് ആ മുഖം, കത്തുകയാണ് ആ കണ്ണുകൾ. കുറ്റമല്ല പവിസാർ ഇവർക്ക് മുമ്പിൽ വീണുപോയത്. കൃഷ്ണേന്ദു ഓർത്തു. ഇരിക്കൂ. സ്വരത്തിൽ സൗമ്യത. കൃഷ്ണേന്ദു ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. മിസ് കൃഷ്ണേന്ദുവിന് എത്ര വയസ്സുണ്ട്? പെട്ടെന്നാണ് ചോദ്യം. 25. അമ്പരപ്പ് മറച്ചു വെക്കാതെ അവൾ പെട്ടെന്ന് പറഞ്ഞു. വിവാഹപ്രായം കഴിഞ്ഞു. അവൾ മൗനം ജാളിതയോടെ വിരൽ തിരിച്ചു. എന്തേ വിവാഹം നടന്നില്ല? അവളുടെ കണ്ണുകളിൽ നിസ്സഹായതയും വേദനയും നിഴലിച്ചു. കൃഷ്ണേന്ദുവിന് 4 സഹോദരിമാർ കൂടിയുണ്ട് അല്ലേ? വിവാഹപ്രായം എത്തിയവർ. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞു. എന്തേ വിവാഹത്തിന് തടസ്സം? അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല.
അച്ഛൻ ദീനക്കിടക്കയിൽ. ആകെ 5 പെൺമക്കൾ, പ്രായമെത്തിയവർ, നിസ്സഹായയായ അമ്മ. ഇതല്ലേ കൃഷ്ണേന്ദുവിൻ്റെ കുടുംബം? അമ്പരപ്പോടെ അവൾ കണ്ണുമിഴിച്ചു. ഇതൊക്കെ മാഡം എത്ര കൃത്യമായി എങ്ങനെ അറിഞ്ഞു? സുന്ദരികളായ പെൺകുട്ടികൾ. വസുന്ധരാശങ്കറിൻ്റെ മുഖത്ത് പരിഹാസം ഉണർന്നു. സൗന്ദര്യം വിവാഹക്കമ്പോളത്തിൽ വിലവർധനമുള്ള ഒരു വസ്തുവല്ല. എത്ര രൂപവതി ആയാലും ഭർത്തൃമതിയാകാൻ പണം വേണം, സ്ത്രീധനം. അതില്ല എന്നതല്ലേ കൃഷ്ണേന്ദുവിൻ്റെയും അഞ്ചത്തിമാരുടെയും പ്രശ്നം. അവൾ അപ്പോഴും കണ്ണുമിഴിച്ചിരുന്നതേയുള്ളൂ. പുരുഷന് വേണ്ടത് സ്ത്രീയല്ല കുട്ടി. സ്ത്രീയുടെ കന്യകാത്വമോ പവിത്രതയോ അല്ല, സ്ത്രീധനമാണ്. വസുന്ധരാശങ്കറിൻ്റെ സ്വരം അമർന്നിരുന്നു. അപ്പോഴും മിഴിച്ച കണ്ണുകളോടെ തറഞ്ഞിരിക്കുകയാണ് കൃഷ്ണേന്ദു. അവൾക്കൊന്നും മനസ്സിലായില്ല. നിനക്കും അനിയത്തിമാർക്കും ഭർത്തൃമതികളാകാൻ പണം വേണം അല്ലേ? ഞാൻ തരാം. നോവൽ വീണ്ടും തുടരും.